എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാടകയ്ക്ക് ലഭിക്കുന്ന വീടുകൾ, അതുപോലെ തന്നെ ലീസ് വീടുകൾ, അത്തരത്തിലുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീടുകളുടെ എല്ലാ ഭാഗങ്ങളും തന്നെ കൃത്യമായി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു യാത്ര ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലീസ് വീടായാലും വാടക വീടായാലും വിൽക്കാനുള്ള സ്ഥലങ്ങളും വീടുകളും ഏത് ഭാഗത്തായാലും വിവിധ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വാടക വീടുകൾ, ലീസ് വീടുകൾ ഉൾപ്പെടെ എല്ലാതും തന്നെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക. വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് വാടകയ്ക്ക് ലഭിക്കുന്ന വീടുകളായാലും ലീസ് വീടുകളായാലും മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം മാത്രം വരിക. ഓൺ ദി സ്പോട്ടിൽ വന്നാൽ നമ്മൾ ഇതുപോലെ പല ഭാഗത്ത് സ്ഥലങ്ങളും വീടുകളൊക്കെ കാണിക്കാൻ വേണ്ടി നടക്കുകയായിരിക്കും. അത്തരത്തിൽ വന്നാൽ ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം മാത്രം വരിക. ഓണർമാർ ചാവിയും കാര്യങ്ങളൊക്കെ കൊണ്ട് പല ഭാഗത്തുനിന്നായി ഈ വീടുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധാപൂർവം ഓർക്കുക. അതുപോലെ തന്നെ വാടകയ്ക്ക് ഞങ്ങൾ മീഡിയേറ്റേഴ്സാണ്. വാടകയ്ക്ക് ലഭിക്കുന്ന വീടുകളാണെങ്കിൽ ഒരു മാസത്തെ റേറ്റാണ് നമ്മളുടെ കമ്മീഷൻ കാര്യങ്ങളായിട്ട് വരിക. ലീസ് വീടുകളാണെങ്കിൽ എത്രയാണോ ലീസിന് എടുക്കുന്നത് അതിൻ്റെ 2% കമ്മീഷൻ കാര്യങ്ങളാണ് വരിക. എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ആവശ്യമായ കാര്യങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് ലീസ് വീടാണ്. ഈ ലീസ് വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പ് പ്രദേശത്താണ്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ ഡിസ്റ്റൻസും, അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പല പരിസരത്ത് നിന്നും ഏകദേശം 14 കിലോമീറ്റർ ഡിസ്റ്റൻസ്, കൈപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1.25 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ഏകദേശം ഒരു 30 മീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടായിട്ടുള്ള വീടാണ് ലീസിനായിട്ടുള്ളത്. ഏകദേശം 11 സെൻറ്റ് സ്ഥലത്തിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം, അതിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, 2 കോമൺ ബാത്റൂം, 2 കിച്ചണായിട്ടുള്ള വീടാണ് ലീസിനായിട്ട് ലഭിക്കുന്നത്. ഈ വീടിൻ്റെ താഴത്തെ ഭാഗത്ത് വരുന്നത് സിറ്റ് ഔട്ട്, ഒരു ലിവിങ് ഹാള്, സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഡൈനിങ് ഹാള്, 2 ബെഡ്റൂം, ആ 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, കിച്ചൺ, വർക്ക് ഏരിയ, ഒരു കോമൺ ബാത്റൂം. മുകൾ ഭാഗത്താണെങ്കിൽ ഒരു ഡൈനിങ് ഹാള്, അതുപോലെ തന്നെ 3 ബെഡ്റൂം, അതിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരു കോമൺ, ഒരു കിച്ചൺ, ബാൽക്കണി. അത്തരത്തിൽ 11 സെൻറ്റ് സ്ഥലത്തിൽ 2600 സ്ക്വയർ ഫീറ്റിൽ വറ്റാത്ത കിണറോട് കൂടിയ വീടാണ് ലീസിനായിട്ടുള്ളത്. ഈ വീടിൻ്റെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്, ഗാഗുൽത്ത ധ്യാന കേന്ദ്രം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, അമ്പലം എന്നിവ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലീസ് വീട് ഉള്ളത്. ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന ലീസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. ആവശ്യമുള്ളവർ ഈ വീട് കാണുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. സ്ഥല സൗകര്യത്തോടു കൂടി ഏകദേശം 11 സെൻറ്റ് സ്ഥലത്തിൽ 2600 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടുള്ളത്. അത്തരത്തിൽ വീട് ആഗ്രഹിക്കുന്നവർ, ഈ ഏരിയയിൽ വീട് ആഗ്രഹിക്കുന്ന ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക. 12 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടുള്ളത് മെയിൻ ബസ് റൂട്ടിനോട് ചേർന്നാണ് ഈ വീട് വാടകയ്ക്ക് ലഭിക്കുന്നത്. നിരവധി ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയോട് ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ ഈ വീട് വാടകയ്ക്ക് ലഭിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം പ്രദേശത്താണ്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 8-9 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ. അതുപോലെ തന്നെ മെയിൻ ബസ് റൂട്ടിനോട് ചേർന്നാണ് ഈ വീട് ഉള്ളത്. തൃശ്ശൂരിൽ നിന്നും കോടന്നൂർ വഴി തൃപ്രയാർക്ക് പോകുന്നതും, തൃശ്ശൂരിൽ നിന്നും അമ്മാടം വഴിക്ക് തൃപ്രയാർക്ക് പോകുന്നതും, അതുപോലെ തന്നെ കോടന്നൂർ സെൻട്രലിൽ നിന്നും
ചേർപ്പിലേക്ക് പോകുന്ന ബസ് റൂട്ടിനോട് ചേർന്നാണ് ഈ വീട് വാടകയ്ക്ക് ലഭിക്കുന്നത്. ഈ വീടിൻ്റെ താഴത്തെ ഭാഗം മാത്രമാണ് വാടകയ്ക്കായിട്ട് കൊടുക്കുന്നത്. ഈ വീട് 2 ബെഡ്റൂമിൻ്റെ വീടാണ്. ആ 2 ബെഡ്റൂമിനും 2 അറ്റാച്ച്ഡ് ഉണ്ട്. അതുപോലെ തന്നെ 2 കോമൺ ആയിട്ട് ഈ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ ഹാളിൽ നിന്നും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വർക്ക് ഏരിയയിൽ നിന്നും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് കറണ്ട് ബില്ല് വരുന്ന സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് വാടകയ്ക്ക് ലഭിക്കുന്നത്. കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ബസ് റൂട്ടിനോട് ചേർന്നാണ് ഉപയോഗിക്കുന്നത്. 2 ബെഡ്റൂമുണ്ട്, ഒരു സിറ്റ് ഔട്ടുണ്ട്, ലിവിങ് ഹാളുണ്ട്, ഡൈനിങ് ഹാളുണ്ട്. അതുപോലെ തന്നെ ചുറ്റും കോമ്പൗണ്ട് വാള്, ഗേറ്റ്, 2 കാർ പാർക്കിംഗ് സൗകര്യം. അത്തരത്തിലാണ് ഈ വീട് വാടകയ്ക്കായിട്ടുള്ളത്. ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന താഴത്തെ പോർഷൻ മാത്രമാണ് വാടകയ്ക്കായിട്ട് ലഭിക്കുക. മുകൾ ഭാഗത്ത് 2 കൂട്ടർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും അത്തരത്തിലാണ്, നല്ല ആളുകളാണ് മുകൾ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്നത്. താഴെ ബസ് റൂട്ടിനോട് ചേർന്ന് എല്ലാ സൗകര്യങ്ങളും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്കൊക്കെ ഏകദേശം 1/2 കിലോമീറ്റർ, LKG മുതൽ +1 +2 വരെയുള്ള സ്കൂളിലേക്കൊക്കെ ഏകദേശം 1/2 കിലോമീറ്റർ, അതുപോലെ അമ്പല പരിസരത്തേക്ക് ഒരു 3/4 കിലോമീറ്റർ അത്ര. അതുപോലെ എല്ലാ യാത്രാ സൗകര്യങ്ങളുടെയും മധ്യത്തിലായിട്ടാണ് ഈ വീട് വാടകയ്ക്ക് ലഭിക്കുന്നത്. ഓണർ പ്രതീക്ഷിക്കുന്ന വാടക എന്ന് പറയുന്നത് 12,000 രൂപയാണ്. ഓണർ പ്രതീക്ഷിക്കുന്ന വാടകയിൽ യാതൊരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന അഡ്വാൻസ് 50,000 രൂപയാണ്. അതിൽ വേണമെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് കുറവും കാര്യങ്ങളും വരുത്താം എന്ന് നമുക്ക് സംസാരിച്ച് നോക്കാം. ഈ വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീടുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് ലീസ് വീടാണ് ഉള്ളത്. നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ലീസ് വീടാണ്. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പല്ലിശ്ശേരി, ആറാട്ടുപുഴ പല്ലിശ്ശേരി പ്രദേശത്താണ് ഈ കാണുന്ന വീട് ലീസിനായിട്ടുള്ളത്. ഈ വീട് 2 ബെഡ്റൂമിൻ്റെ ലീസ് വീടാണ്. ഏകദേശം 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ ലീസ് വീട് ഉള്ളത്. 2 ബെഡ്റൂമാണ് ഉള്ളതെങ്കിലും 2 ബെഡ്റൂം വലിയ മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കുന്ന ബെഡ്റൂമുകളാണ്. അതുപോലെ തന്നെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, ഒരു കോമൺ ബാത്റൂമുണ്ട്. അതുപോലെ ഹാള്, കിച്ചൺ, ബാൽക്കണി അത്തരത്തിലാണ് ഈ വീടുള്ളത്. അപ്സ്റ്റെയറിലാണ് ഈ വീട് ലീസിനായിട്ടുള്ളത്. മുകൾ ഭാഗത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ചെറിയ ഫാമിലിക്ക് ചെറിയ എമൗണ്ടിൽ ലീസിന് ലഭിക്കുന്ന ഒരു വീടാണ് ഇത് ഏകദേശം 7 ലക്ഷം രൂപയാണ് ഓണർ ലീസ് എമൗണ്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട് ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ മെയിൻ ഹൈവേ ഏകദേശം 800 മീറ്റർ, തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ, ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഏകദേശം 8-9 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന ലീസ് വീട് ഉള്ളത്. ഈ വീടിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് 1/2 കിലോമീറ്റർ, മുസ്ലിം പള്ളി 800 മീറ്റർ, അമ്പലം ഏകദേശം ഒരു 600 മീറ്ററിലാണ് ഈ വീട്. ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണെങ്കിൽ ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടുള്ളത്. അടിഭാഗത്ത് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കിണർ വെള്ളം, ഈ വീടിൻ്റെ വെള്ളത്തിൻ്റെ സ്രോതസ്സ് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 7 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. ഈ വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തരുന്നതാണ്. താഴത്തെ ഭാഗത്ത് ഓണറാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ മുകൾ ഭാഗമാണ് ലീസിന് കൊടുക്കുന്നത്. സൈഡിൽ കൂടെ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ കോണി കയറി വന്ന് താമസിക്കാൻ അനുയോജ്യമായ ലീസ് വീടാണ്. നിലവിൽ ഇവിടെ ലീസിനുള്ളവർ വീട് പണിത് താമസം മാറുകയാണ്. അതുകൊണ്ടാണ് അടുത്ത ടീമിന് ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വാടകയ്ക്ക് ലഭിക്കുന്ന വീടാണ്. കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ 2 ബെഡ്റൂമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വീടാണ്. നല്ല ഫാമിലിക്കാണ് വാടകയ്ക്ക് കൊടുക്കുക. ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വാടക എന്ന് പറയുന്നത് 10,000 രൂപയാണ് വാടക. അതുപോലെ തന്നെ
40,000 50,000 രൂപയാണ് അഡ്വാൻസായിട്ട് കൊടുക്കേണ്ടത്. വാടകയിൽ മാറ്റമുണ്ടാകില്ല. അഡ്വാൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും നീക്കുപോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. നല്ലൊരു വീടാണ്. മുകൾ ഭാഗത്താണ് ഈ വീട് വാടകയ്ക്ക് ലഭിക്കുന്നത്. കോണി സൈഡിൽ കൂടെ കയറി വന്നിട്ട് മുകൾ ഭാഗത്ത് വാടകയ്ക്ക് ലഭിക്കും. അതുപോലെ തന്നെ കോണി കയറി വന്ന് കുറച്ച് മാറിയാൽ അവിടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനും അലക്കി തോരയിടുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അതിൻ്റെ അപ്സ്റ്റെയറും വേണമെങ്കിൽ ആവശ്യക്കാർക്ക് ഉപയോഗിക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാടക വീടാണ്. മുകൾ ഭാഗമാണ്. ഒരു ചെറിയ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള, പ്രധാനമായും മെയിൻ ബസ് റൂട്ട് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഊരകം സെൻറ്ററിന് അടുത്തായിട്ടാണ് ഈ വീട് വാടകയ്ക്ക് ആയിട്ടുള്ളത്. ഏകദേശം 750-800 സ്ക്വയർ ഫീറ്റിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീട് ഉള്ളത്. 2 ബെഡ്റൂമാണ് ഉള്ളത്. ആ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു ഹാളുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിനോട് ചേർന്നിട്ടാണ് കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു നല്ല വീടാണ്. ഈ വീടിനുള്ളിൽ തന്നെ ഒരു കട്ടിലും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളും നിലവിൽ ഇതിലുണ്ട്. ഫാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ്. വീട് 2 ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല, ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ബാത്റൂമും, ഹാളിൽ നിന്ന് പ്രവേശിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിൻ്റെ അവിടെ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം 12-13 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. ബസ് റൂട്ട് വെറും 300 മീറ്റർ. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് ഏകദേശം 13 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വാടകയ്ക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാനപരമായ സൗകര്യങ്ങളിലേക്കും യാത്രാ സൗകര്യങ്ങളിലേക്കൊക്കെ ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും സഞ്ചരിച്ച് എത്താൻ സാധിക്കുന്ന തരത്തിലാണ് ഈ വീട് ഉള്ളത്. പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് അപ്സ്റ്റെയറിലാണ് വീടുള്ളത്. വീടിൻ്റെ താഴത്തെ ഭാഗത്ത് താമസിക്കുന്നത് ഓണറാണ്. ഓണർ മാസത്തിൽ 2-3 മാസം കൂടുമ്പോൾ 2 ദിവസം മാത്രമാണ് ഇവിടെ അടിഭാഗത്ത് വന്ന് താമസിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫാമിലിക്ക് മാത്രമാണ് ഓണർ വാടകയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ നല്ല പുതിയ വീട് പോലത്തെ വീടാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്തരത്തിലാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള വാടക വീടുകളും ലീസ് വീടുകളും ഉള്ളത്. ഇതുപോലെ നമുക്ക് ഡെയിലി ചില വീടുകൾ കൊടുക്കാനുണ്ടെന്ന് പറയുകയും അതുപോലെ തന്നെ വാടകയ്ക്ക് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നിരവധി വീടുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലീസ് വീടുകളും ഇതുപോലെ മണ്ണുത്തി ഭാഗത്ത് 1-2 10 ലക്ഷത്തിൻ്റെയും 12 ലക്ഷത്തിൻ്റെയും ലീസ് വീടുകളുണ്ട്. കൈപ്പറമ്പ് ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ വാടക വീടുകൾ പല ഭാഗത്ത് പലപ്പോഴായിട്ട് നമ്മളിലേക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു വരികയും